ഫേസ് ഞാൻ അത്ര ഫ്രസ്ട്രേഷനിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പണി അടക്കണം. അപ്പോൾ എന്തെങ്കിലും ശബ്ദം വരുവാണെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. ഇന്നത്തെ മാച്ചിൽ സംഭവിച്ചത് എന്താണ് ഫേസ്? അതുപോലെ ഇന്നത്തെ മാച്ചിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തുവാണ് ഇന്നത്തെ മാച്ച് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ അവിടെ കളി കാണാൻ, കൊച്ചിയിൽ കളി കാണാൻ പോയവിടെ എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മുടെ ഒരുപാട് സ്പോർട്സ് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മുടെ ഹബീബിക്ക, ധോണി സ്പ്ലാഷ്, അഭിഷേക് ക്ലബ്, അങ്ങനത്തെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ അത്രയും പാഷനേറ്റായി ട്രാവൽ ചെയ്ത് പോയി കളിയുന്നുണ്ട്. അതിനുശേഷം അത്രയും ടയർനെസ്സിനിടയിൽ വീഡിയോ ഇടുന്നത് ഈ ടീമിനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ടാണ്. ഞാൻ ലൈവ് കണ്ടുകൊണ്ടത് 20 Man മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിലാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ ഇരുന്നാണ് ലൈവ് ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കുക, ഉറങ്ങേണ്ട സമയത്താണ് ഇതിൻ്റെ ലൈവ് ചെയ്യുന്നത്. അത്രയും പാഷനേറ്റ് ആയതുകൊണ്ടല്ലേ അവരോട് ഈ മാനേജ്മെൻറ്റ് ഈ നാളുകൾ എന്ത് രീതിയാണ് കാണിക്കുന്നത്, എന്ത് രീതിയാണ് കാണിക്കുന്നത്. കുറച്ച് മുന്നോട്ടുള്ള ഇനി ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ +1 പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാണ്. ഒന്ന് ആലോചിക്കുക, എൻ്റെ ആ ഒരു വിലപ്പെട്ട സമയമാണ് ഞാൻ എൻ്റെ കളി കാണുന്നത്. അപ്പോൾ എത്രത്തോളം എനിക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത്? ഒന്നുമില്ല. ഇതിന് ലീഗൽ ഇൻവെസ്റ്റ്മെൻറ്റ് റൈറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നിഖിൽ വിനോദ, അവിക് ചാറ്റർജി ആൻഡ് എൻ്റെ മാക്സിമം കൗൺസിലർ, നിങ്ങൾ കളഞ്ഞിട്ട് പോകുന്നതാണെന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ലീഡ് ചെയ്യും. നിങ്ങൾ വേണ്ട, നമുക്ക് ഒന്ന് ഇറങ്ങി പോയിട്ടാ അത്രയും ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്താൽ മതി. നട്ടകണമെങ്കിൽ വാഴപ്പിണ്ടി എല്ലാ സ്ഥാനത്തുണ്ട്. ഇനി എത്ര റൈറ്റിയൊന്നും വരരുത്, ദേവിയിൽ പെടരുത്. കഷ്ടമാണ്. ഇനി മന്നപ്പുറ പോലുള്ള സംഘടനകളോടാണ് എനിക്ക് ചോദിക്കാറുള്ളത്, നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്ലബ്ബിലല്ല വെയിറ്റ് ആവാനാണോ വെയിറ്റ് ചെയ്യുന്നത്? നമ്മുടെ ക്ലബ്ബ് അത്രയും എന്താ പറയുക, ഐലിയിലോട്ട് അധംപതിക്കാനാണോ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഒരു ചോദ്യങ്ങൾ ചോദിക്കാതെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ലെറ്ററുകളോ ഒന്നും അവരുടെ തൊലിക്കട്ടി അത്ര അപാരമാണ്, ഏഷ്യയില്ല. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സീസണിൽ പോലെ പ്രതിഷേധിക്കാൻ ആരംഭിക്കാത്ത സമാധാനപരമായി നമുക്ക് എല്ലാ അവകാശമുണ്ട്. നമ്മൾ അത്രയും തൊണ്ട പൊട്ടി അല്ലാതെ വിളിക്കുന്നവരാണ് ഈ ടീമിനെ. നമുക്ക് എല്ലാ അവകാശവും ഉണ്ട്. പിന്നെ ഈ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാനിന് പറയുമ്പോൾ തന്നെ ഭൂമിയുടെ അടിവാരത്ത് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന് പറയുമ്പോൾ അപമാനത്തിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥയാണ്. അപ്പം എന്താണ് പറയുന്നത്? ഇഷ്ടപ്പെടുന്നതായിരുന്നു. മറ്റൊരു വീഡിയോ ആയിരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും വിലയേറെ അഭിപ്രായങ്ങൾ മസ്റ്റായി താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.